ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് കമലയാണ് ഗൈസ്. ഇത് കമലയുടെ 1.12 ഞാൻ 1.1 ആണല്ലോ ഗൈസ് കയറ്റിയത്. ഇത് 1.1 വേർഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. നമുക്ക് ഇൻട്രോ ഒക്കെ സ്കിപ്പ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് നമ്മളൊരു മന്ത്രവാദിയായിട്ടാണ് പോണത് കേട്ടോ. ഇത് 1.1 തന്നെയാണ് ഗൈസ്. അത് കയറ്റാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് 1.12 അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും നമുക്ക് കളിക്കാം. ഇതിൻ്റെ അകത്താകുമ്പോൾ എനിക്ക് സാധനങ്ങളൊക്കെ എവിടെയാണെന്ന് കുറച്ചൊക്കെ അറിയാം. വേർഷൻ 2 കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്, അപ്ഡേറ്റ് വന്നിട്ട്. പിന്നെ കുറച്ച് ഗ്രാഫിക്സ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ ഗ്രാഫിക്സ് ഒന്നും അത്ര പിടിച്ചില്ല. അതാണ് ഞാൻ ഈ പഴയ തന്നെ കളിക്കാൻ കാരണം. നമ്മളിനി ബക്കറ്റ് എടുത്തിട്ട് വരണം. ഈ തീ അണച്ചാലേ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. കമല ഒടുക്കത്തെ സീനാണ് ഗൈസ്. സോ ഗൈസ്, നമുക്ക് ഈ സാധനം ഇത് ഇവിടെ കൊണ്ടുവെക്കാം. ഇനി നമുക്ക് ഇതെടുത്ത് വെള്ളം വയ്ക്കാം. കണ്ട, ഇതിപ്പോൾ ഓൾഡൻ രീതിയാണ് ഇവിടെയൊക്കെ. നമ്മളിപ്പോൾ രാജസ്ഥാനിൽ എവിടെയോ ആണ്. ഇത് ഇന്ത്യൻ ഹൊറർ ഗെയിമാണ് ഗൈസ്. കിണ്ണ സാധനമാണ്. ജയിക്കുമോ ഇല്ലയോ എന്ന് ഞാനിപ്പോൾ ഉറപ്പ് പറയണില്ല. അന്നൊരു കമൻറ്റിലൊരുത്തൻ ചോദിച്ചപ്പോൾ ഞാൻ അറിയാതെ ജയിക്കുമെന്ന് പറഞ്ഞു പോയി. ജയിച്ചാൽ മതിയായിരുന്നല്ലേ ഗൈസ്. ഓക്കെ ഗൈസ്, കണ്ടോ, ഇത് പഴയതാണ്. തുറക്കങ്ങോട്ട്. ഷെടാ, ഒരുമാതിരി മറ്റേ പരിപാടി ആയിപ്പോയി ഇതൊക്കെ. ഓക്കെ ഗൈസ്, അതാണ് കമല നിൽക്കുന്നത്. കമല ജസ്റ്റ് അവിടെ നിൽക്കുള്ളൂ. നമുക്ക് ബെഡ്റൂമിൻ്റെ കീ ഏത് ഡ്രോവറിൽ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല ഗൈസ്. എവിടെയൊക്കെ ആയിരിക്കും. ഇവിടെ ആയിട്ട് ക്യാബിനറ്റ് കീ കാണുന്നറിയാം. ഓക്കെ ഗൈസ്, ക്യാബിനറ്റ് കീ എടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് ബെഡ്റൂം തുറക്കണ്ടേ. ഇവിടെ ആയിട്ടാണ് നമുക്ക് സ്യൂട്ട് കേസിൽ ഇത് അടിക്കണ്ടേ. ഇവിടുത്തെ ഡ്രോവറും കൂടെ നമുക്ക് ചെക്ക് ചെയ്തേക്കാം. എവിടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, ഇങ്ങോട്ട് പോയാലാണ് നമുക്ക് എവിടെയാണ് എത്തുക. ഇവിടെ തന്നെ. ഇവിടെ ആയിട്ട് സാൾട്ട് ഇരിപ്പുണ്ടെന്നറിയാം. കമല വന്നാ? ഇല്ല, കമല ഇറങ്ങിയിട്ടില്ല. ഇതിന് നമ്മൾ കോഡ് അടിക്കണം. ആ കോഡും കൂടെ നമുക്ക് നോക്കിയിട്ട് വരാം ഗൈസ്. ഇതാണ്ട് ഇവിടെ ആയിട്ട് അതിരിപ്പുണ്ട്. ഒന്നും ഇരിപ്പില്ല. അതാണ് ഞാൻ പറയാൻ വന്നത്. അയ്യോ ഗൈസ്, അവിടെ കമല ഇരിപ്പുണ്ട്. നമുക്ക് എൻ്റെ പൊന്നു, അതൊന്നുകൂടെ നമുക്ക് തുറന്നു നോക്കിയാലോ. കമല പിടിക്കുമോ? ആ ഡോർ ലോക്കായിരിക്കണ്. എന്ത് വൃത്തികെട്ട പരിപാടിയാണല്ലേ. എവിടെയാണ് ഹൈഡ് ചെയ്യണത്? എവിടെയാണ്? അല്ല, അവിടെയല്ല, ഇവിടെയാണെന്ന് തോന്നുന്നല്ലേ. അല്ല ഗൈസ്, ഇവിടെയാണ് ക്യാബിനറ്റ് ഇടുന്നത്. അയ്യോ ഗൈസ്, അവിടെ പോയി മറ്റേ ലോക്ക് നോക്കാമെന്ന് വിചാരിച്ചാൽ അത് ലോക്കായി കിടക്കണ്. ഇവിടെ ആയിട്ടാണ് ഹൈഡ് ചെയ്യണത്. ഓക്കെ, ഇത് ഇവിടെ ആയിട്ടാണ് വെക്കണത്. ഇവിടെ വെച്ച് നമുക്ക് നേരെ പോയി ഹൈഡ് ചെയ്യാട്ടാ. എൻ്റെ മോനെ, ഈ സൗണ്ടൊക്കെ കേട്ട് ആരായാലും പേടിക്കും ഗൈസ്. ഇത് ഹൊറർ ഗെയിം ഇതുവരെ കളിച്ചില്ല, അങ്ങനെ ആദ്യമായിട്ട് കളിച്ചു തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടാണ് ഗൈസ്. ഒടുക്കത്തെ ഡിഫിക്കൽട്ട് ഗെയിമാണ്. കമല ആ സൈഡിലോട്ട് പോയിട്ടുണ്ട്. നമുക്കെന്നാൽ അപ്പുറത്തെ സൈഡിലോട്ട് ഇറങ്ങി ഓടിയാലോ ഗൈസ്. ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങി. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അടുത്ത സാധനം എടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര പെട്ടെന്നല്ലേ ചില സാധനം എടുക്കണേ. വെച്ചിട്ട് ഒളിക്കാം. ഇത് എവിടെയാണ് വെക്കണത്? ഇവിടെയാണ്. ഓക്കെ ഗൈസ്, ആ സാധനം എടുത്തിട്ടാണ് ഒളിക്കാൻ പോകേണ്ടത്. അയ്യോ ഗൈസ്, കയറി. അയ്യോ, കയറിയില്ല. അയ്യോ, ഞാൻ ഡബിൾ ടാപ്പ് ചെയ്തോണ്ടാന്ന് തോന്നുന്നു. അമ്മച്ചി ഇപ്പോൾ ഈ സൈഡിലോട്ടാണ് പോകണമെന്ന് അറിഞ്ഞൂടാ. അമ്മച്ചി ഇങ്ങോട്ട് വന്നായിരുന്നോ? അമ്മച്ചി ഏതോ തുറന്ന് എങ്ങോട്ടോ പോയിട്ടുണ്ട്. അയ്യോ, നമുക്കിപ്പോൾ ആ സൈഡിലോട്ടാണല്ലോ പോകേണ്ടത്. അമ്മച്ചി ഇങ്ങോട്ടായിരിക്കില്ല പോയി കാണുന്നത്.
അമ്മച്ചി ഇവിടെയാണല്ലോ. അമ്മച്ചി അപ്പുറത്തെ സൈഡിലോട്ട് പോവായിരിക്കും. അങ്ങോട്ട് പോയി. ഇറങ്ങ ഓട് ഓട് ഓട്. എൻ്റെ പൊന്നു, അടുത്ത സാധനം എവിടെ ഉണ്ടാവും എന്നറിയാം. അമ്മച്ചി എന്തായാലും അങ്ങോട്ട് പോയ സ്ഥിതിക്ക് നമുക്ക് നേരെ ഇപ്പർ സൈഡിലോട്ട് പോകാം. പക്ഷേ ഇവിടെ ആയിട്ട് നമ്മുടെ കോഡ് ഉണ്ടാവും. എത്രയാണെന്ന് നോക്കാം. 748 748 കോഡ്. 74 ഓർത്ത് വെച്ചാൽ മതി ഗൈസ്. ബാക്കി തന്നെ എന്തെങ്കിലുമൊക്കെ അടിക്കുമ്പോൾ തുറന്നു വന്നോളൂ. 748 എന്തായാലും. ഓക്കെ ഗൈസ്, ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് റൂമിൽ ഒരെണ്ണം കാണേണ്ടതാണ്. തുറക്കടാ. 748 കോഡ്, തോർത്തോ. ഓക്കെ ഗൈസ്, അടുത്ത സാധനം എടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ സാധനം വെക്കുമ്പോൾ അത് പൊട്ടി താഴെ വീഴും ഗൈസ്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നും പോവും. എൻ്റെ പൊന്നു, നമ്മൾ ഇങ്ങോട്ട് കയറണം. കയറി. അമ്മച്ചി എന്തായാലും അവിടെ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാം. അമ്മച്ചി ഇപ്പോൾ അവിടെ ആയിരിക്കണം. നമുക്ക് നേരെ പോയി കോഡ് അടിക്കാം. ഇവിടെ ആയിട്ടല്ലേ കോഡ് അടിക്കേണ്ടത്? ഇവിടെ ആയിട്ടാണ് കോഡ് അടിക്കേണ്ടത്. 748 കോഡ്. 748. 48. തുറന്ന് ബുക്ക് കിട്ടി. മച്ചി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ അടിയിലോട്ട് പോവാണ്. അടിയിലോട്ട് പോയി നമുക്ക് അപ്പുറത്തെ സൈഡ് ബുക്ക് കൊണ്ട് വെച്ചേക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ തന്നെ 4ാമത്തെ സാധനമാണ് വെക്കണത്. 3 സാധനം വെച്ച് 4 സാധനം വെച്ച് 4ാമത്തെ സാധനമാണ് വെക്കണത്. ആനയുടെ ആ കോഡ് കണ്ടുപിടിക്കണം. നമ്മൾ മറ്റേ റൂം തുറക്കണം ഗൈസ്. ആദ്യം കമലേനെ കണ്ടില്ലേ, നമ്മൾ ആ റൂം തുറന്ന് നോക്കിയാലേ നമുക്ക് കോഡ് കിട്ടത്തുള്ളൂ. ആ റൂം അകത്തുനിന്ന് ലോക്കർ എന്നാണ് പറയണത്. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഇത് വെക്കണ്ടേ? ഇതെവിടെയാണ് വെക്കണത്? എൻ്റെ മോൻ ഇവിടെയാ. എൻ്റെ പൊന്നു, ഞാൻ എന്തായാലും ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇനി വേഗം നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോവാം. അപ്പുറത്തെ സൈഡ് തന്നെയാണോ? എനിക്ക് ഓർമ്മയില്ല ഗൈസ്. ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? കമലയുടെ റൂം എന്ന് പറയുമ്പോൾ എവിടെയാണോ? ഓർമ്മ കിട്ടി. ഇപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കമല മിക്കവാറും നമ്മൾ കാണും. ഗൈസ്, ഞാൻ രണ്ടും കൽപ്പിച്ച് ഇങ്ങോട്ട് ഇറങ്ങി. കമല മിക്കവാറും പിടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഗൈസ്, ഇത് അൺലോക്കായി. മേലെ റൈറ്റ് താഴെ. മേലെ റൈറ്റ് അതോർത്താൽ മതി. മേലെ റൈറ്റ്, അത് ഓൾറെഡി താഴെയാണ് ഗൈസ്. റൈറ്റ്. ഓക്കെ, അടുത്ത സാധനവും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരേ ഒരു സാധനമല്ലേ, കലാഷ് പൂട്ട്. എടാ, കമല ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കലാഷ് പൂട്ട് എടുക്കാൻ അത്യാവശ്യം നല്ല ടഫാണ് ഗൈസ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കമലയുടെ വീഡിയോ റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, സൗണ്ട് ഇഷ്യൂ കാരണം ഞാൻ ഇടാത്തതെന്ന് പറഞ്ഞില്ലേ, അത് കലാഷ് പൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി കുറേ തപ്പി അവസാനം ഞാൻ തോറ്റു കളി. കലാഷ് പോട്ട് ഞാൻ തപ്പി ആ കളി ഞാൻ തോറ്റ്. അതും കൂടെ ഇടാതിരിക്കാനുള്ള കാരണം അതല്ല, കലാഷ് പോട്ട് അല്ല, സൗണ്ട് ഇഷ്യൂ കാരണമാണ് ഇടാത്തത്. പക്ഷേ ആ കളി ഞാൻ ഈ കലാഷ് പോട്ട് തപ്പി Day 1 കൈസ്. ഇപ്പോഴും നമ്മൾ Day 1. പക്ഷേ ഇനി പെട്ടെന്ന് Day 3 ആവും. നമ്മൾ ഉറപ്പാ, സാധ്യത കൂടുതലാണ്.
കമല പോയോന്ന് അറിയത്തില്ലല്ലോ. ബെഡ്റൂം കീ കിട്ടാനായിരിക്കും ഒടുക്കത്തെ ടഫായിരിക്കും. ഗണപതിനെ എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ നമ്മുടെ ഇതൊക്കെ പൊളിഞ്ഞു കിടക്കുന്നത്. ഓക്കെ ഗൈസ്, ഗണപതിനെ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ റൂമിൽ ഇനി പവറാണ് ഗൈസ്. അതിൻ്റെ അകത്തോട്ട് ഇനി കമല കയറൂല. കമല ഇനി തീ കളിയായിരിക്കും ഗൈസ്, നോക്കിക്കോ. ഇവിടെയാണ്. നമുക്ക് ഇതുവരെ കീ കിട്ടിയിട്ടില്ലല്ലോ ബെഡ്റൂമിൻ്റെ. ഇനി കിട്ടണ കൊടുക്കത്ത ടഫായിരിക്കും. എടാ ചത്ത് നമ്മൾ. നോക്കിക്കോ, നമ്മൾ ചത്തടാ. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ഡേറ്റ് ആവുന്നു. ദൈവമേ പിടിച്ച്. എടാ ഞാൻ എന്ത് ചെയ്തിട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈശ്വരാ. ഗൈസ് അടുത്ത് എവിടെയും ഇരിപ്പുണ്ട് കേട്ടോ. ഇരിപ്പല്ല, നടപ്പുക. ഓക്കെ സാർ, ഡോർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബെഡ്റൂം കീ കിട്ടി ഗൈസ്. ഇനി അവിടെ പോയിട്ട് നമ്മൾ മറ്റേ സാധനം എടുക്കണം. ചന്ദനത്തിരിയോ? ആ അതാ കമലേ, എൻ്റെ പൊന്നു. ഐ വോണ്ട് ലെറ്റ് യു ഗോ. ഇറങ്ങി ഓടിയിട്ടുണ്ട് ഗൈസ് നമ്മൾ. ഇനിയാണ് മോനെ കളി വരാൻ പോണേ. ഇനി നമ്മൾ ഇങ്ങോട്ട് പോകണം. നമ്മൾ മറ്റേ സാധനം കണ്ടുപിടിക്കണം. എന്നിട്ട് തേരാ പാറ നടക്കണം ഗൈസ്. ഓർക്ക് വേഗം തുറക്കങ്ങോട്ട്. എൻ്റെ പൊന്നു, ലാസ്റ്റ് നിമിഷമാണിത്. ഇതിപ്പോൾ എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതാണ് കാര്യം. ഇതിപ്പോൾ അടിയിൽ വല്ലതാണ് നമുക്കിപ്പോൾ ജയിക്കായിരുന്നു ഗൈസ്. ഇത് മിക്കവാറും മണ്ടയിൽ എവിടെയെങ്കിലും ആയിരിക്കും. ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലം ഇവിടെയാണ്. ഇവിടെയില്ല മോനെ. ഇവിടുന്ന് കിട്ടി. എടാ കളി ജയിച്ചടാ ഗൈസ്. ഇത് കൊണ്ടുവച്ചാൽ കളി ജയിച്ച് ഗൈസ്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കമലേനെ തളയ്ക്കാൻ പോവാണ് ഗൈസ്. എൻ്റെ നെഞ്ചിവിടെ ചറപറാണ് ഇടിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഗൈസ് ഫസ്റ്റ് ടൈം എൻ്റെ മോനെ ഞാൻ ആദ്യമായിട്ടല്ല രണ്ടാമതായിട്ട് ഞാൻ കമലേനെ തളച്ചിരിക്കുകയാണ് ഗൈസ്. കാരണം ഞാൻ ആദ്യമായിട്ട് തളച്ചത് ഒറ്റ പ്രശ്നം കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഇവിടെ വിറച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഡേ 1 ഗൈസ് നമ്മൾ എസ്കേപ്പ് ആയത്. ഐ മീൻ 3 ലൈഫാണ് നമുക്കുള്ളത്. അതിനകത്ത് ഫസ്റ്റ് ലൈഫിൽ തന്നെ നമ്മൾ എസ്കേപ്പ് ആയി. ഇതെന്ത് സൗണ്ട് ഇഷ്യൂ ഉണ്ടെങ്കിലും ഞാനിത് ഇടുന്ന ഉറപ്പാണ് ഗൈസ്. ഞാനിത് എന്തായാലും കളയാൻ പോയില്ല. എൻ്റെ മോനെ അങ്ങനെ തളച്ചിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഒടുക്കത്തെ പവറാവുകയാണ് കേട്ടോ. എൻ്റെ മോനെ എൻ്റെ വേറെ ഇതുവരെ മാറിയിട്ടില്ല. സോ അങ്ങനെ നമ്മൾ കമലേനെ തളിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ ഇത്രയുള്ള അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓ ഇങ്ങനത്തെ സീനൊക്കെ ഉണ്ട്, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇതാണ് നമ്മൾ കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളവരെയൊക്കെ ശരിയാക്കി. ഇതാണ് ശരിക്കുള്ള കമല. ഈ സൈഡിലിരിക്കുന്നതാണ് നമ്മൾ. ഇതെന്താണ് ഒരു കണ്ണട? ഓക്കെ, അങ്ങനെ ഈ കളി തീരുകയാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ ബൈ.